വഖഫ് ഭൂമി കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ മുനമ്പം നിവാസികൾക്ക് അനുമതി. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലാണ് അനുമതി നൽകിയത്. കേസിൽ തുടർവാദം നാളെ ആരംഭിക്കും. മുനമ്പം വഖഫ് ഭൂമി കേസിൽ ഫറൂഖ് കോളേജിനൊപ്പം കക്ഷി ചേരാൻ മുനമ്പം നിവാസികൾക്ക് അനുമതി നൽകി വഖഫ് ട്രൈബ്യൂണൽ. മുനമ്പത്തെ ഫറൂഖ് കോളേജിന്റെ ഭൂമി വഖഫാണെന്ന വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫറൂഖ് കോളേജ് നൽകിയ ഹർജിയിലാണ് മുനമ്പം നിവാസികൾ കക്ഷി ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത്. വഖഫ് ബോർഡിന്റെയും സർക്കാരിന്റെയും മുനമ്പം നിവാസികളുടെയും വാദം കഴിഞ്ഞ സിറ്റിംഗുകളിൽ വഖഫ് ട്രൈബ്യൂണൽ കേട്ടിരുന്നു. അതേസമയം ഇതിനെ എതിർത്തുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതിയും സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. നിലവിലുള്ള കേസിൽ കക്ഷി ചേരേണ്ടെന്നും പ്രത്യേക കേസായി പരിഗണിക്കണമെന്നുമായിരുന്നു എതിർവാദം. ആ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് നിലവിൽ വഖഫ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിധിയിലേറെ സന്തോഷമുണ്ടെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് ഭേദഗതി ബില്ലിലാണ് പ്രതീക്ഷയെന്നും സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി പറഞ്ഞു. ഞങ്ങളെ കക്ഷി ചേർത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വക്കീലിനോട് കൗണ്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ സ്പീഡ് ആവുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്നത് രണ്ടാമത്തെ വിജയമാണ്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. 35 വർഷം കഴിഞ്ഞപ്പോൾ ഒരു അവകാശി വരുന്നു ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അത് തട്ടിയെടുക്കാൻ നടത്തുന്ന വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ ഈ ദിവസം. കേസിൽ വരും ദിവസങ്ങളിൽ തുടർവാദം നടക്കും. ജനം, കോഴിക്കോട്.